ഒരു ഇടവകയെ മേയിച്ചു ഭരിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ദൈവകൃപ ഉണ്ടായാലേ പറ്റൂ. ദൈവകൃപയുടെ ആവാസമാണ് ഇടവക. ഇവിടെ ഇപ്പോൾ നിരന്തരമായി ഭരണസ്തംഭനം വരെ ഉണ്ടാക്കുന്ന നിലയിൽ മനഃപൂർവ്വം ഒരു വൈദികൻ വേഷം കെട്ടിയിറങ്ങിയാൽ ഇടവക മെത്രാപ്പോലിത്ത പോലും കട്ടയും പടവും മടക്കി വെക്കേണ്ടി വരും. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ശ്രീകാര്യം മാർ ബസേലിയോസ് ഗ്രിഗോറിയസ് പള്ളി വികാരി ഒരു ഡോക്ടറാണ്. ചികിത്സിക്കുന്ന ഡോക്ടറല്ല, ഗവേഷകനായ ഡോക്ടറാണ് ഫാദർ തോമസ് ജോർജ്. ചെറിയ കക്ഷിയൊന്നുമല്ല, ആള് ബുദ്ധിമാനായ വൈദികനാണ്. പക്ഷെ ബുദ്ധിയുണ്ടെങ്കിലും ഭക്തിയില്ല എന്ന് പറയേണ്ടി വരുന്നു. 200-ൽ താഴെ ഭവനങ്ങളുള്ള ഒരു പള്ളി സഭാ ഭരണഘടന പ്രകാരം ഭരിക്കാനോ പൊതുയോഗം കൂടി ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനോ കഴിയാതെ വേണമെങ്കിൽ പോലീസ് സഹായത്തോട് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി ഇടവകാംഗങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് ഭക്തി കൂടിപ്പോയതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. ഇടവകാംഗങ്ങളല്ലാതെ കുമ്പസാര നടത്തിയ മറ്റ് 28 ആളുകളുടെ പേരും, അതായത് കുമ്പസാര രജിസ്റ്ററിലെ പേരുകൾ ഇടവകാംഗങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഫൈനൽ ലിസ്റ്റ് ഇട്ട് പൊതുയോഗം നടത്താനുള്ള തീരുമാനമെടുത്തു. ഈ തീരുമാനത്തെ എതിർത്ത ഇടവകാംഗങ്ങളുടെ മേൽ അസഭ്യവർഷം മുഴക്കി വെല്ലുവിളിച്ച് അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുന്നു. ഫലമോ പൊതുയോഗം നിരന്തരം മാറ്റിവെക്കൽ മാത്രം. പഴി മുഴുവൻ ഇടവക മെത്രാപ്പോലിത്തായിരിക്കും. ആള് ചെറിയ കക്ഷിയൊന്നുമല്ല, സഭയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന കാലം ചെയ്ത ഒരു വൈദികന്റെ മരുമകൻ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുമാണ്. ആകെ കൂടി പണിഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂര ഇപ്പോഴും സെമിനാരിയിൽ ചോർന്നൊലിക്കുന്നു. സെമിനാരി അധ്യാപകനാണെന്ന് അഭിമാനിക്കുന്നു. ഒരു പള്ളി ഭരണഘടന പ്രകാരം പോലും ഭരിക്കാൻ അറിയാത്ത ഈ വൈദികൻ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ എന്ത് മാതൃകയാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ഡോക്ടർ അച്ഛന്മാരെ സെമിനാരിയിൽ അധ്യാപകരായി സ്വാധീനത്തിന്റെ പേരിൽ തിരികെ കയറ്റുന്നത് കൊണ്ടാണ് പുതുതലമുറയിലെ വൈദികർ പോലും വഴിതെറ്റുന്നത്. ഇങ്ങനെയുള്ള വൈദിക മഹാന്മാരെ സഭാ നേതൃത്വം നേർവഴിക്ക് നടത്താനും ഭരണഘടനയുടെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി പഠിപ്പിക്കാനും ഒരു കോഴ്സ് കൂടി സഭയിലോ സെമിനാരിയിലോ തുടങ്ങണം. ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം ശ്രീകാര്യം പള്ളിയിൽ നടക്കുന്ന കോലാഹലങ്ങളാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് കണ്ടു. ആ കുറിപ്പ് വായിച്ചാൽ ഇദ്ദേഹം ഒരു വൈദികനാകാൻ യോഗ്യതയുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും. ആ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. ശ്രീകാര്യം ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ കൽപ്പന മുഖവിലക്കെടുക്കാതെ പൊതുയോഗം നീട്ടിവെക്കുകയും പിന്നീട് ഏപ്രിൽ മാസത്തിൽ പൊതുയോഗം കൂടാൻ തീരുമാനിക്കുകയും എന്നാൽ ഫൈനൽ ലിസ്റ്റിൽ അപാകതകൾ വരികയും ഭരണസമിതി ലിസ്റ്റിനെ ചോദ്യം ചെയ്യുകയും പരാതി മാനേജിംഗ് കമ്മിറ്റി തയ്യാറാക്കി ഇടവക മെത്രാപ്പോലിത്തയ്ക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ ഇടവക മെത്രാപ്പോലിത്തയുടെ തീരുമാനം പള്ളിയിൽ വായിക്കുകയോ ചെയ്തിട്ടില്ല. ഇടവകാംഗങ്ങൾ പറഞ്ഞു, അച്ഛന്റെ ഭാര്യ കരയുന്നെന്ന്. കണ്ണിൽ പൊടി വീണാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. അത് കണ്ടവർ വിചാരിച്ചു വിശുദ്ധ കണ്ണീരാണെന്ന്. ഈ ഡോക്ടർ അച്ഛൻ വന്നപ്പോൾ ഇടവക കമ്മിറ്റി അംഗമായ 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മദ്ബഹായിൽ വെച്ച് പരസ്യമായി ആക്ഷേപിച്ചു. ആ സഹോദരിയുടെ കരച്ചിൽ ആരും കണ്ടില്ല, ഇനിയും കാണില്ല. ദൈവം തിരിച്ചടിക്കും. അതിന് അമ്മായി അച്ഛൻ വൈദികരായിരുന്നു എന്നതിന് യെരുശലേം ദേവാലയത്തിൽ ദൈവം ചമ്മട്ടിക്കൊണ്ടടിച്ചതിന് മുഖം നോക്കിയല്ല. ഇതാണ് ആ കുറിപ്പിന്റെ ചുരുക്കം. ഇനി നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കൂ, ഈ ഡോക്ടർ അച്ഛനെ തിരുമേനിയാക്കണോ അതോ കോറെപ്പിസ്കോപ്പെ ആക്കണോ എന്ന്. ഇദ്ദേഹത്തെ കൊണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരാതി ഇദ്ദേഹത്തെ കുറിച്ചാണ്. ശ്രീകാര്യം പള്ളിയുടെ പാഴ്സനേജിൽ താമസിച്ചിരുന്ന ഈ വികാരിയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നില്ല. വൈദികരുടെ ട്രാൻസ്ഫർ ഇറങ്ങാൻ പോവുകയാണ്. പല പള്ളിക്കാരും അരമനയിലെത്തി തൊഴുതുകൊണ്ട് പറയുകയാണ്, ഇദ്ദേഹത്തെ ഞങ്ങളുടെ പള്ളിയിലേക്ക് വിടരുതെന്ന്. മലങ്കര സഭയുടെ പുരാതന പള്ളിയായ മാക്കാങ്കുന്ന് പള്ളിക്ക് ഭക്തിയില്ലെന്ന് പറഞ്ഞ വൈദികനാണ്.